ആചാര്യ ചാണക്യന്റെ നയങ്ങൾ വളരെ പ്രശസ്തമാണ്. ഓരോ വ്യക്തിക്കും ഉപയോഗപ്രദമാണ് ചാണക്യനീതിയിലെ കാര്യങ്ങൾ. ചാണക്യന്റെ നയങ്ങളെ ജീവിതത്തിന്റെ കണ്ണാടി എന്നും വിളിക്കുന്നു. അതുകൊണ്ടാണ് ചാണക്യന്റെ വാക്കുകൾ കേട്ട് ജീവിക്കുന്നവർ ജീവിതത്തിൽ വിജയിക്കുന്നത്. ചാണക്യൻ തന്റെ ചാണക്യനീതിയിൽ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിന്റെ മിക്കവാറും എല്ലാ വശങ്ങളിലേക്കും അത് വെളിച്ചം വീശുന്നു. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പല കാര്യങ്ങളും ചാണക്യനീതിയിൽ പറയുന്നുണ്ട്. അനശ്വരമായ ഭാര്യ ഭർത്തൃബന്ധത്തിനായി ചാണക്യൻ പറയുന്ന ചില തന്ത്രങ്ങൾ ഇതാ. ചാണക്യൻ പറയുന്ന ഒന്നാമത്തെ റീസൺ ഇതാണ്: ഭാര്യ ഭർത്തൃബന്ധം ഒരു രഥത്തിന്റെ 2 ചക്രങ്ങൾ പോലെയാണ്. ഭാര്യയും ഭർത്താവും പരസ്പര പൂരകങ്ങളാണെന്ന് ചാണക്യൻ പറയുന്നു. ഒരു രഥത്തിന്റെ 2 ചക്രങ്ങൾ പോലെയാണ് ഭാര്യയും ഭർത്താവും. ഒരു ചക്രം ആടി ഉലഞ്ഞാൽ പോലും രഥത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാരിൽ ഒരാൾ ദാമ്പത്യ ബന്ധം ശരിയായി നിലനിർത്തിയില്ലെങ്കിൽ ആ ബന്ധം ശിഥിലമാകാൻ തുടങ്ങുന്നു. ഒരു കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ധാരണയിലും സൗഹാർദ്ദപരമായ ബന്ധത്തിലും ആശ്രയിച്ചിരിക്കുന്നുവെന്ന് ചാണക്യൻ പറയുന്നു. ചാണക്യൻ പറയുന്ന രണ്ടാമത്തെ റീസൺ ഇതാണ്: പങ്കാളികൾ പരസ്പരം ബഹുമാനിക്കണം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ ഇരുവരും തുല്യരാണ്. ആരും ചെറുതോ വലുതോ അല്ല. രണ്ടുപേരും തമ്മിലുള്ള പ്രായ വ്യത്യാസം എന്തു തന്നെയായാലും ഭാര്യയും ഭർത്താവും പരസ്പരം ബഹുമാനിക്കണമെന്ന് ചാണക്യൻ പറയുന്നു. കാരണം പങ്കാളികൾ തമ്മിൽ ബഹുമാനമുള്ള ബന്ധമാണ് ഏറ്റവും മനോഹരമായത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ദാമ്പത്യ ബന്ധവും ദൃഢമാകും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം സൗഹാർദ്ദപരമല്ലാത്ത, പരസ്പരം ആശയവിനിമയം നടത്താത്ത പങ്കാളികൾ തമ്മിൽ ഏകോപനം ഇല്ലാത്ത വീടുകളിൽ ലക്ഷ്മി ദേവി വസിക്കില്ല. അതിനാൽ സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിന് ഓരോ ഭാര്യയും ഭർത്താവും ചാണക്യൻ പറയുന്ന ഈ കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം. ചാണക്യൻ പറയുന്ന മൂന്നാമത്തെ റീസൺ ഇതാണ്: മോശം സമയങ്ങളിൽ പോലും ക്ഷമയോടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കണം. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ക്ഷമാശീലം വളർത്തേണ്ടത് ദാമ്പത്യ ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. ജീവിതത്തിൽ എന്ത് സാഹചര്യമുണ്ടായാലും മോശം സമയങ്ങളെ ക്ഷമയോടെ അഭിമുഖീകരിച്ച് രണ്ടുപേരും മുന്നോട്ടു പോകണം. പ്രതികൂല സാഹചര്യങ്ങളിൽ സംയമനം പാലിക്കാതെ മുന്നോട്ടു പോകാത്ത ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം പെട്ടെന്ന് വഷളാകുമെന്നും ചാണക്യനീതിയിൽ പറയുന്നു. ചാണക്യൻ പറയുന്ന നാലാമത്തെ റീസൺ ഇതാണ്: ബന്ധത്തിൽ അഹങ്കാരമോ അഹംഭാവമോ കാണിക്കാതിരിക്കുക. ഭാര്യയും ഭർത്താവും എല്ലാ ജോലികളിലും പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കണം. ജോലികൾ ചെയ്യാൻ പരസ്പരം സഹായിക്കണം. നിങ്ങളുടെ ബന്ധത്തിൽ ഒരിക്കലും അഹങ്കാരമോ അഹംഭാവമോ കാണിക്കാതിരിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളികൾ തമ്മിൽ ഈഗോ വളർന്നാൽ അത് ബന്ധം തകരുന്നതിന്റെ വക്കിലെത്തുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു. ചാണക്യൻ പറയുന്ന അഞ്ചാമത്തെ റീസൺ ഇതാണ്: നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ മൂന്നാമതൊരു വ്യക്തിയോട് പങ്കുവയ്ക്കരുത്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കും. എന്നാൽ പരസ്പരം നിങ്ങളുടെ ഉള്ളിൽ മാത്രം വയ്ക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ശക്തവും സന്തുഷ്ടവുമായ ദാമ്പത്യ ജീവിതത്തിന് ഭാര്യ ഭർത്താക്കന്മാർ തങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ മൂന്നാമതൊരു വ്യക്തിയുമായോ മറ്റൊരാളുമായോ പങ്കിടാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ചാണക്യൻ പറയുന്ന ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലും സന്തോഷം നിറക്കാൻ നിങ്ങൾക്കും സാധിക്കട്ടെ. സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും തന്ന് സർവശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി.